ഹലോ ആൻഡ് വെൽക്കം. ശരീരം നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. എന്നാൽ മനസ്സ് നന്നാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും ഭക്ഷണം കഴിക്കാറുണ്ടോ? അഥവാ അങ്ങനെ എന്തെങ്കിലും ഭക്ഷണം മനസ്സ് നന്നാക്കാൻ വേണ്ടിയിട്ടുണ്ടോ? മനസ്സിന് വേണ്ട ഭക്ഷണം കിട്ടാതെ വരുമ്പോൾ കാണിക്കുന്ന ചില ലക്ഷണങ്ങളുണ്ട്. നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരിക, ഒരു സമാധാനവും ഇല്ല എന്ന് തോന്നുക, മൊത്തം അസ്വസ്ഥത, ഇങ്ങനെ മനസ്സിലൊരു ശാന്തിയുമില്ല എന്നുള്ള ഒരു അവസ്ഥ വന്നു ചേരുമ്പോഴാണ് നമ്മൾ മനസ്സിന് നൽകേണ്ടുന്ന ഭക്ഷണങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത്. ഭക്ഷണം എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിക്കുകയൊന്നും വേണ്ട. നിങ്ങളെ ഇഷ്ടപ്പെട്ട ഭക്ഷ്യവിഭവങ്ങളൊന്നും തന്നെയല്ല ഞാനിവിടെ പറയാൻ പോകുന്നത്. ഭക്ഷണമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല. നിങ്ങളെ മനസ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രെയിനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അവസ്ഥയാണ്. ബ്രെയിനിന് വേണ്ടുന്ന വൈറ്റമിൻസ്, B12 ഇങ്ങനെയൊക്കെയുള്ള സംഭവം നമ്മൾ കഴിക്കുന്ന സാധാരണ ഭക്ഷണത്തിൽ നിന്ന് കിട്ടിയാൽ പോലും നിങ്ങൾക്ക് മനസ്സിന് വേണ്ടുന്ന ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ ലക്ഷണങ്ങളും, ഈ അസ്വസ്ഥതയും ദേഷ്യവും എല്ലാം തന്നെ വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെയാണ് ഞാനിവിടെ ഭക്ഷണം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മനസ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് വായന. വായന എന്ന് പറയുമ്പോൾ പത്രവായനയല്ല, അങ്ങനെ ഫാക്റ്റുകൾ വായിക്കലല്ല, PSCക്ക് വേണ്ടി പഠിക്കലല്ല. നിങ്ങളുടെ ആത്മാന്വേഷണത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ ചിന്തകൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഊർജം പകരുന്ന വായനകൾ, പുസ്തകങ്ങൾ. അതിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടുന്ന എഴുത്തുകാരുടെ പുസ്തകങ്ങളുണ്ടാവാം, ചിലപ്പോൾ എന്തെങ്കിലും വിഷയങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങളാവാം, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മനഃശാസ്ത്രം, ഇങ്ങനെ ഏത് മേഖലയിലുള്ള പുസ്തകങ്ങളുമാവാം. അത് നിങ്ങൾക്ക് നിങ്ങളിലൊരു ചിന്തയെ ഉദ്ദീപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പുസ്തകം നിങ്ങളൊരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും വായിച്ചിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിന് വേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭക്ഷണം നൽകിക്കഴിഞ്ഞു. വായനയിലേക്ക് കടക്കുമ്പോൾ നമ്മളെ ദൈനംദിന ജീവിതത്തിലെ പലതരം പ്രശ്നങ്ങളിൽ നിന്നും നമ്മളെ തന്നെ ആ സിറ്റുവേഷനിൽ നിന്ന് മാറ്റി മറ്റൊരു കഥയിലേക്കോ കഥാസന്ദർഭത്തിലേക്കോ ശാന്തമായ അന്തരീക്ഷത്തിലേക്കോ ഒക്കെ തന്നെ കൊണ്ടുപോകാനുള്ള ഒരു ശേഷി വായനയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭക്ഷണം, അല്ലെ പ്രധാനപ്പെട്ട ഒരു തീറ്റ എന്ന് വേണമെങ്കിൽ വായനയെ വിശേഷിപ്പിക്കാം. മനസ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണം നിശബ്ദതയാണ്. ദിവസവും അല്പനേരത്തെ നിശബ്ദത നിങ്ങൾക്ക് തന്നെ സമ്മാനിക്കുക. അതുണ്ടാക്കുന്ന അത്ഭുതങ്ങളും നമ്മൾ അറിയണം. അങ്ങനെ നിശബ്ദമായി നമ്മൾ ഇരിക്കുന്നതിനെ ആണ് ധ്യാനം അഥവാ മെഡിറ്റേഷൻ എന്നൊക്കെ പറയുന്നത്. പ്രത്യേകിച്ചും നഗരങ്ങളിലൊക്കെ ജീവിക്കുന്നവർക്ക് വാഹനങ്ങളുടെ നിരന്തര ശബ്ദം, എന്ത് മോശം ശബ്ദമാണ്. പല ഓട്ടോറിക്ഷകളൊക്കെ കണ്ടിട്ടില്ലേ, ഡീസൽ ഓട്ടോറിക്ഷയൊക്കെ പോകുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റിംഗ് ആയ ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ട് പോകുന്ന ഒരുപാട് വാഹനങ്ങളുണ്ട്. ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന, നമ്മളെ ഒന്ന് പീസ്ഫുള്ളായി ഓഫീസിൽ ഇരിക്കാൻ സമ്മതിക്കാത്ത കോവർക്കേഴ്സ് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടായിരിക്കാം. അല്ലെങ്കിൽ വീട്ടിൻ്റെ ചുറ്റുവട്ടത്തുമാണെങ്കിൽ പല രീതിയിലുള്ള ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന ഒരുപാട് ശബ്ദങ്ങൾ. അത് ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. എങ്കിൽ തന്നെയും നമ്മൾക്ക് പീസ്ഫുള്ളായിട്ട് കുറച്ച് നേരം ഇരിക്കാൻ പറ്റിയ ഇടങ്ങൾ നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് ചില നാടുകളിലൊക്കെ ചെറിയ പാർക്കുകളായിട്ടും ശാന്തമായ സ്ഥലങ്ങൾ ഓരോ ഗ്രാമങ്ങളിലും കാണാറുണ്ട്. പക്ഷെ കേരളത്തിൽ അങ്ങനെയുള്ള സ്ഥലങ്ങളെ കണ്ടിട്ടില്ല. പല സ്ഥലങ്ങളിലും അങ്ങനെ ഒരു പാർക്കുകൾ, ചെറിയ ഉദ്യാനങ്ങൾ, അതേസമയം കോയമ്പത്തൂർ പോലെ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളിലും കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാലും ആന്ധ്രയിലും എല്ലാ സ്ഥലത്തും ചെറിയ ചെറിയ പാർക്കുകൾ അവർ കൺസ്ട്രക്ട് ചെയ്യും. അത് സമാധാനമായിട്ട് ആളുകൾക്ക് വന്നിരിക്കാൻ പറ്റിയ ഇടങ്ങളാണ്. ഇപ്പോൾ കേരളത്തിലെ ചില ബീച്ചുകളൊക്കെ ഉണ്ട്, കടൽ തീരങ്ങൾക്ക്. അതൊക്കെ എല്ലാവർക്കും ആക്സസിബിൾ അല്ല. അപ്പോൾ ഗ്രാമങ്ങൾ അടിസ്ഥാനമാക്കി തന്നെ നമ്മൾ ശാന്തമായിട്ട് ഇരിക്കാൻ പറ്റുന്ന സ്ഥലങ്ങൾ നമ്മൾ ഇനിയും ഉണ്ടാക്കി എടുക്കേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. മനസ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണം സംഗീതമാണ്. സംഗീതത്തിന് എത്ര പ്രക്ഷുബ്ധമായ
മനസ്സിനെയും ശാന്തമാക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾ എത്ര വലിയ ഡിപ്രഷനിലാണെങ്കിലും ആങ്സൈറ്റിയിലാണെങ്കിലും നിങ്ങൾക്ക് പറ്റിയ ഏതെങ്കിലും ഒരു സംഗീതം ഉണ്ടാവും അത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുന്നത്. ഇപ്പോൾ കുടമാളൂരിൻ്റെ ഓടക്കുഴലൊക്കെ ഒന്ന് കേട്ട് നോക്കിയാൽ അതൊരു അരമണിക്കൂർ ഉള്ള ഒരു പാട്ടൊക്കെ ആയിരിക്കും. അത് ഒന്ന് കേട്ട് നോക്കിയാൽ ആ അദ്ദേഹം ഓടക്കുഴൽ വായിച്ച് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ മനസ്സിനെ പ്രക്ഷുബ്ധമാക്കിയിരുന്ന പല ചിന്തകളും തന്നെ ആ ഓടക്കുഴലിലൂടെ ഒഴുകി എങ്ങോട്ടോ പോയതായിട്ട് നിങ്ങൾക്ക് തോന്നാം. അത് നിങ്ങൾക്ക് പറ്റിയ സംഗീതം ഏതാണെന്ന് നിങ്ങളാണ് തിരിച്ചറിയേണ്ടത്. എല്ലാതരം സംഗീതങ്ങളും കേട്ട് നോക്കുക, നിങ്ങൾക്ക് പറ്റിയ സംഗീതം ഏതാണെന്ന് തിരിച്ചറിയുക. അങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ സംഗീതത്തിന് വേണ്ടിയിട്ട് സമർപ്പിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ്. മനസ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് കരുതേണ്ടത് തമാശകളാണ്. തമാശകൾ കേൾക്കാം, തമാശകൾ വായിക്കാം, തമാശകൾ സിനിമകളിലൂടെ കാണാം. ഒരു കാലത്ത് ബോബന് മോളിയൊക്കെ പോലെയുള്ള പുസ്തകങ്ങൾ മതിയായിരുന്നു നമ്മളറിയാതെ ചിരിച്ചു പോകാൻ. അങ്ങനെയുള്ള പുസ്തകങ്ങൾ സത്യം പറഞ്ഞ അനുഗ്രഹം, വളരെ നല്ല ഒരു അനുഗ്രഹമാണ്. അതുപോലെ ഒരുപാട് സിനിമകൾ, ഈ നമ്മുടെ പഴയ കാലത്തെ ശ്രീനിവാസനും മോഹൻലാലിൻ്റെയൊക്കെ പഴയ സിനിമകളൊക്കെ ഉണ്ടല്ലോ, നാടോടിക്കാറ്റൊക്കെ പോലെയുള്ള, അത് വളരെ ലളിതമായി നമ്മളെ ചിരിപ്പിക്കാൻ പറ്റുന്ന ഒരുപാട് മൂവീസ് ഉണ്ട്. അതുപോലെ ഇപ്പോൾ പുതിയ കരിക്കിൻ്റെ ഒക്കെ സീരീസ് പോലെയൊക്കെയുള്ള തമാശകൾ എന്ന് പറയുന്നത്. അതേസമയം നമ്മൾ അഡ്രിനാലിൻ കൂട്ടുന്ന, അതായത് നമ്മൾ ടെൻഷൻ കൂട്ടുന്ന സിനിമകളുണ്ടല്ലോ, അതായത് ഹൊറർ പോലെയുള്ള പേടിപ്പെടുത്തുന്ന കാര്യങ്ങളൊക്കെ, അത് നമ്മളെ കൂടുതൽ മനസ്സിനെ അസ്വസ്ഥമാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അതേസമയം ഒരു തമാശയുടെ രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ മനസ്സിന് നല്ലൊരു എന്താ പറയുക, ഭക്ഷണമായിട്ട് തന്നെ കരുതാൻ പറ്റുന്ന കാര്യമാണ്. മനസ്സിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണം ആത്മീയതയാണ്. ആത്മാന്വേഷണങ്ങൾ, അതായത് അവനവനെക്കുറിച്ചുള്ള അന്വേഷണങ്ങൾ. ഞാൻ എന്തിനാണ് ജനിച്ചത്, ഞാൻ എന്തിനാണ് ജീവിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളാണ്. എന്നാൽ പോലും അതിനെക്കുറിച്ചുള്ള ചിന്തകൾ, അന്വേഷണങ്ങൾ, വായനകൾ, അത് മനുഷ്യ ജീവിതത്തിനെ കുറച്ചുകൂടെ ഒരു ലക്ഷ്യബോധമുള്ളതാക്കി മാറ്റുന്നുണ്ട്. ശാന്തത, നമ്മൾ അതുമായി ബന്ധപ്പെട്ടിട്ട് ശാന്തത ഉണ്ടാക്കുന്നതായിട്ട് നമുക്ക് തോന്നും. കാരണം നമ്മളൊരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്നൊക്കെയുള്ള ഒരു ചിന്ത നമ്മളിലേക്ക് ഉണ്ടാക്കാൻ ആത്മീയതയ്ക്ക് സാധിക്കും. ആത്മീയതയും ഭക്തിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഭക്തി ദൈവങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ടും, പ്രത്യേകിച്ച് ആളുകൾ സ്വാർത്ഥരായിട്ടാണ് ഭക്തിയിലേക്ക് പോകുന്നത്. കാരണം എനിക്കെന്തെങ്കിലും കിട്ടണം, ഞാൻ ഇന്ന പ്രാർത്ഥന നടത്തിയാൽ എനിക്ക് ഇന്നത് കിട്ടും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ കൊണ്ടാണ് ആളുകൾ പലപ്പോഴും ഭക്തിയിലേക്ക് പോകുന്നത്. നിസ്വാർത്ഥമായിട്ട് നിങ്ങൾ ഭക്തിയിലേക്കോ ആത്മചിന്തകളിലേക്കോ പോവുകയാണെങ്കിൽ അതും മനസ്സിന് പറ്റിയ മികച്ചൊരു ഭക്ഷണം തന്നെയാണ്. പിന്നെ മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണം, നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അല്പസമയം മണ്ണിൽ ചെരുപ്പിടാതെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ കാലിൻ്റെ അടിയിലേക്ക് വരുന്ന ഒരു ചെറിയ നേരിയ തണുപ്പും ആ മണ്ണുമായിട്ടുള്ളൊരു ടച്ച്, അതിനെ ഗ്രൗണ്ടിങ് എന്നാണ് വിളിക്കുക. മണ്ണുമായിട്ട്, കാരണം നമ്മൾ മണ്ണിനുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ജീവിയാണ്. മണ്ണിലുള്ള മെറ്റീരിയൽസും ഒക്കെ നമ്മളെ ശരീരത്തിൽ എത്തുന്നുണ്ട്. നമ്മൾ വിചാരിക്കും അതങ്ങനെ അല്ല, കൃഷി ചെയ്യുമ്പോൾ മണ്ണിലുള്ള മെറ്റീരിയൽസാണ്, അതാണ് നമ്മൾ ഭക്ഷണമായിട്ട് കഴിക്കുന്നത്. മണ്ണ് നമ്മുടെ ഒരു മദർ എർത്ത് എന്നൊക്കെയുള്ള ഒരു ഹീലിംഗ് പവറുള്ള അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ കാണുമ്പോൾ, നമ്മൾ ഗ്രൗണ്ട് ചെയ്യുമ്പോൾ നമ്മൾക്ക് അറിയാതെ തന്നെ ഒരു ശാന്തത നമ്മുടെ മനസ്സിന് കിട്ടുന്നതായിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു 10 മിനിറ്റെങ്കിലും നിങ്ങൾ ചെരുപ്പിടാതെ മണ്ണുമായിട്ട് സമ്പർക്കത്തിലാവുക. പലപ്പോഴും ഇപ്പോൾ ആളുകൾ മുറ്റമൊക്കെ ഇൻ്റർലോക്ക് ഇട്ടിരിക്കുന്ന കാരണം മണ്ണ് കിട്ടാൻ ഭയങ്കര പാടായിരിക്കും. പറമ്പത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കുക, എന്നിട്ട് ചെരുപ്പിടാതെ ഒന്ന് നടന്നു നോക്കുക. നമ്മളെപ്പോഴും പറമ്പ് വൃത്തിയാക്കുന്നില്ലെങ്കിൽ ശ്രദ്ധിക്കണം, കാലിൽ മുള്ളൊക്കെ കൊള്ളാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. എന്നാലും
ഈ ഗ്രൗണ്ടിങ് എന്ന് പറയുന്ന ഈ സംഭവം മനസ്സിനെ നല്ല രീതിയിൽ ശാന്തമാക്കുന്ന, മനസ്സിന് കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഭക്ഷണം കൂടിയാണത്. ഇത്രയും നേരം ഞാൻ സംസാരിച്ചിട്ടും ഞാൻ ഇതുവരെ സൗഹൃദങ്ങളെക്കുറിച്ച് സംസാരിച്ചില്ല. സത്യത്തിൽ മനസ്സിൻ്റെ നല്ലൊരു ഭക്ഷണം സൗഹൃദങ്ങളാണ്. എങ്കിലും ഞാനത് പ്രിഫർ ചെയ്യാത്തത് കാരണം നമ്മൾ മറ്റൊരാളുടെ സൗഹൃദം നമ്മളെ സന്തോഷത്തിനും നമ്മളെ ശാന്തതയ്ക്കും വേണ്ടി നമ്മൾ അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ, നമ്മളതിനെ ആശ്രയിച്ചാൽ, അവരുടെ ലഭ്യത ഇല്ലാത്ത അവസ്ഥ, ചിലരൊക്കെ വളരെ ബിസി ആയിരിക്കും, അവർക്ക് അവരുടേതായ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സുഹൃത്തുക്കളെ കിട്ടുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. പല സുഹൃത്തുക്കളും സ്വാർത്ഥരായിരിക്കും, അവനവൻ്റെ കാര്യത്തിന് വേണ്ടി നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നവരായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഒന്നും തന്നെ സഹായമില്ലാതെ തന്നെ നിങ്ങൾ എന്ന ഒരു വ്യക്തിയെ മാത്രം അധിഷ്ഠിതമാക്കി നിങ്ങളുടെ മനസ്സിന് എങ്ങനെ ശാന്തത കിട്ടാം എന്നുള്ള രീതിയിലാണ് ഞാൻ മറ്റുള്ള ആളുകളുമായി ബന്ധപ്പെടുത്താതെ ആരെന്ത് തന്നെ ചെയ്താലും നമ്മളെ മനസ്സിൻ്റെ സന്തോഷവും സൗഖ്യവും നമ്മളിലൂടെ തന്നെ സൃഷ്ടിക്കപ്പെടുകയാണ് നല്ലത്. അതുകൊണ്ട് തന്നെ സൗഹൃദം എന്നുള്ള ഒരു ഓപ്ഷൻ ഞാൻ ഒഴിവാക്കുകയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഭക്ഷണമാണ് മനസ്സിന് യാത്ര എങ്കിലും അതും ഞാൻ ഒഴിവാക്കുകയാണ്. കാരണം എല്ലാവർക്കും നമ്മൾ ഈ വ്ളോഗർമാരൊക്കെ ചെയ്യുന്ന പോലെ പല സ്ഥലങ്ങളിലും പോകാനൊന്നും യാത്ര ചെയ്യാനൊന്നും പറ്റിയെന്ന് വരില്ല. യാത്ര ഒരു നല്ല ഓപ്ഷനാണ്. നിങ്ങൾ ഒരു ചെറിയ യാത്ര നടത്തുമ്പോൾ പോലും നിങ്ങളുടെ മനസ്സിലെ ഒരുപാട് ശാന്തത കൈവരിക്കുന്ന ഒരു അനുഭവം തന്നെയാണ് യാത്ര. അതിലൊരു സംശയവുമില്ല. പറ്റുമെങ്കിൽ യാത്ര ചെയ്യുക. പക്ഷെ അത് പറ്റാത്ത ഒരുപാട് ആളുകളുണ്ടാവും. വീട്ടിനകത്ത് തന്നെ ജീവിക്കേണ്ടി വരുന്നവരുണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു ഓപ്ഷനെക്കുറിച്ച് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. നമ്മൾ ഇരിക്കുന്ന ചെറിയൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് നമ്മൾക്ക് എങ്ങനെ നമ്മുടെ മനസ്സിനെ തൃപ്തിപ്പെടുത്താം എന്നുള്ള രീതിയിലാണ് ഇന്നത്തെ എൻ്റെ സംസാരം ഞാൻ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്.